പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒരു വാർത്താ ചാനലിൻ്റെ തംബ്നെയിൽ കാണാനിടയായി. അതിലിങ്ങനെ കാണാം, മുക്കം ഉമർ ഫൈസിയെ സമസ്ത തിരുത്തി എന്നുള്ളത്. ഇത് കാണുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്തയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, മുക്കം ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത് മതത്തിൻ്റെ നിയമമാണ്. അത് സമസ്ത തിരുത്തി എന്ന് പറയുമ്പോൾ ആ മതത്തിൻ്റെ നിയമം തിരുത്തി എന്നല്ല ഈ പറയുന്നത്. മുക്കം ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത് എന്താ, നമുക്കൊന്ന് കേൾക്കാം. സ്ത്രീ സംവരണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം ഇവിടെ വന്നപ്പോൾ കൂടുതൽ സീറ്റുകൾ സംവരണം സ്ത്രീകൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതാക്കൾ സമസ്തയോട് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ സമസ്ത അവർ കൊടുത്ത അനുവാദം സംവരണ സീറ്റുകളിൽ നിർബന്ധമായ ഒരവസ്ഥ വന്നതുകൊണ്ട് സ്ത്രീകളെ നിർത്താമെന്നും ജനറൽ സീറ്റുകളിൽ അത് അനുവദിക്കേണ്ടതില്ല എന്നുമുള്ള മറുപടിയാണ് കൊടുത്തുള്ളത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് തുടർന്നു പോകുന്നത്. ഇപ്പോൾ അതിനൊക്കെ മാറ്റം കാണുന്നുണ്ട്. അത് സമസ്തയുടെ ഫത്വയുമായിട്ട് യോജിച്ചൊരു സംഗതിയല്ല എന്നുകൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ സ്ത്രീകളായിട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമസ്ത കൊടുത്തൊരു ഫത്വയാണ്, ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇത് സമസ്ത തിരുത്തി എന്ന് പറയുമ്പോൾ സമസ്ത കൊടുത്ത ഫത്വ തന്നെ സമസ്ത തിരുത്തി എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, ഇത് കേവലം ഒരു വാർത്തയായിട്ട് നമുക്ക് തള്ളാം എന്ന് വെച്ചാൽ അതിനുശേഷം അബ്ദുസമദ് പൂക്കൂട്ടൂർ സാഹിബ് ഒരു പത്ര റിപ്പോർട്ടർക്ക് കൊടുത്ത മറുപടി ഈ കാണുന്ന തംബ്നെയിൽ ശരിവെക്കുന്ന രീതിയിലാണ്. ഇത് ഇദ്ദേഹം കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പഴയ കാലത്തേക്ക് പോകണം. പഴയതെന്ന് പറയുമ്പോൾ ഇടതുപക്ഷം ഇവിടെ വനിതാ മതിൽ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. അന്ന് സമസ്ത ഒരു തീരുമാനമെടുത്തിരുന്നു. കാരണം സമസ്തക്ക് തീരുമാനമെടുക്കണം, കാരണം അത് മതത്തിൻ്റെ ഒരു നിയമത്തോട് ബന്ധപ്പെട്ടതുകൊണ്ട്, സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അവിടെ ഇസ്ലാമിന് കാഴ്ചപ്പാടുകളുണ്ട്. അത് പണ്ഡിതന്മാർ പറയണം, അത് പറഞ്ഞിട്ടുമുണ്ട്. അന്നെടുത്ത തീരുമാനം ഈ പറയുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ വളരെ ഒരു കറയും പുരളാതെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അതിലൊരു രസകരമായൊരു സംഗതി, ഇത് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണല്ലോ, അതുകൊണ്ട് ഇനി അവിടെ ഇടതും വലതും നോക്കാനില്ല, കൃത്യമായിട്ട് പറയാം എന്ന നിലക്ക് അദ്ദേഹം ഉഷാറായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടുവരാം. എന്തുകൊണ്ട് എതിർക്കപ്പെടണമെന്നാണ് സമസ്ത കരുതുന്നത്? സമസ്ത വനിതാ മതിൽ അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കുന്നവർ എന്ന രീതിയിലല്ല എതിർക്കുന്നത്, മറിച്ച് സ്ത്രീകളെ പരസ്യമായി രംഗത്തിറക്കുക എന്ന സമീപനത്തോട് സമസ്ത കേരള ജമിയത്തുലമയും അതിന്റെ യുവസംഘടനകളും ഒരു ആദർശത്തിന്റെ പേരിൽ അതിൽ മതത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. ഇപ്പോഴുണ്ടായതല്ല. ഇത് വനിതാ മതിൽ വന്നപ്പോഴുള്ള എതിർപ്പല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് സ്ത്രീകളെ പരസ്യമായി രംഗത്തിറക്കുക എന്ന വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തുലമ നേരത്തെ എതിരാണ്. സ്ത്രീകൾക്ക് അവരുടേതായ ഒരു മാന്യതയും പദവിയും മതം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് അവരെ രംഗത്തിറക്കുന്നതിന് സമസ്തയും സമസ്തയുടെ സംഘടനകളും എതിരാണ്. അപ്പോൾ ഈ സംഘടനയിൽപ്പെട്ട സ്ത്രീകളെ ഇതിൽ പങ്കെടുപ്പിക്കില്ല എന്നാണ് പറയുന്നത്. സമസ്ത കേരള ജമിയത്തുലമയുടെ അനുയായികൾ അവരുടെ ഭാര്യമാരെയോ അവരുടെ മറ്റു കുടുംബിനികളെയോ ഇങ്ങനെ ഒരു വിഷയത്തിനും പരസ്യമായി രംഗത്തിറക്കാറില്ല. എന്തൊരു വൃത്തിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വളവുമില്ല, ഒരു തിരിവുമില്ല, ഇസ്ലാമിക കാഴ്ചപ്പാട് പറഞ്ഞു. എന്നാൽ ഇതേ വിഷയം, അതായത് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായാലോ? അപ്പോൾ ഇദ്ദേഹം ഇത്രയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയില്ല. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റം വേണം എന്നൊക്കെ പറഞ്ഞ് ആ ഫത്വക്ക് ചില വളവും തിരിവും ഒക്കെ കൊണ്ടുവരും. അങ്ങനെ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ന് കൊടുത്ത ഫത്വ നമുക്കൊന്ന് കേൾക്കാം. കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന സമയത്ത് മുമ്പില്ലാത്ത പുതിയ സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ വെച്ച് എതിർക്കുക എന്ന് പറയുമ്പോൾ അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മാത്രമല്ല, ചില പരാജയ ഭീതി പൂണ്ട ചില സംഘടനകൾ ഇതിന്റെ പിന്നിൽ ചിലരെ ചട്ടുകങ്ങളാക്കി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. സമസ്യയുടെ വിഷയം നേരത്തെ തന്നെ ശ്രീ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ അഭിമുഖം. അതുകൊണ്ട് തന്നെ നമുക്കതിൽ കൂടുതൽ ചർച്ച ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്ലിപ്പ് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുസ്ലിം ലീഗാണ്. ഞാനിപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സംവരണ സീറ്റിൽ സ്വാഭാവികമായും സ്ത്രീകളെ മത്സരിപ്പിക്കൽ അനിവാര്യമാണ്, വേറെ മാർഗമില്ല. അതുപോലെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കൽ അനിവാര്യമല്ല, പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് പാർട്ടിക്ക് തീരുമാനമെടുക്കേണ്ടി വരും, ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. അതേ അഭിപ്രായം തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. കേട്ടല്ലോ, രണ്ടും ഒരേ വിഷയമാണ്. രണ്ടും സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുക എന്ന് പറയുന്ന വിഷയമാണ്. ഇതിൽ രണ്ട് നിലപാടാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് നമ്മൾ കഥകളിലൊക്കെ കേൾക്കാറുണ്ട് കൊട്ടാര പണ്ഡിതന്മാരെ കുറിച്ച്. കൊട്ടാര പണ്ഡിതന്മാർ, കൊട്ടാര കവികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്. അവരുടെ പണി എന്താ? രാജാവിനെ സുഖിപ്പിക്കുക എന്നുള്ളതാണ്.
രാജാവിനെപ്പോഴും സേഫ് ആക്കി നിർത്തുക. അവർ നേരെ വരുന്ന എല്ലാ ആക്ഷേപങ്ങളൊക്കെ ഒന്ന് മിനുക്കിയെടുത്ത് രാജാവിനെപ്പോഴും സേഫ് ആക്കി നിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി. അപ്പോൾ രാജാവിന് വേണ്ടി പണിയെടുക്കുന്നത് പോലെ ഇവരെ പോലെയുള്ള ചില ലിബറൽ ചിന്താഗതിക്കാർ പറയുന്നത് മാറ്റം വേണമെന്നാണ്, കാലത്തിനനുസരിച്ച് മാറ്റം വേണം. അങ്ങനെ രാജാവിന് വേണ്ടി പണിയെടുക്കുന്ന ചില തൊഴിലാളികളെ പോലെ ഇന്ന് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് മതത്തിൻ്റെ നിയമങ്ങളിൽ ചില വളവും തിരിവും കൊണ്ടുവരാം. നിങ്ങൾ നോക്കൂ, അന്ന് ഇടതുപക്ഷമായതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഒരു വളവും തിരിവുമില്ലാതെ കൃത്യമായിട്ട് മതത്തിൻ്റെ നിയമം പറഞ്ഞു. എന്നാൽ ഇന്ന് അദ്ദേഹം അനുകൂലിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നായതുകൊണ്ട് അവിടെ നേരത്തെ പറഞ്ഞ അതേ നിയമത്തിൽ ചില വളവും തിരിവും ഒക്കെ കൊണ്ടുവന്ന് നല്ല വൃത്തിയിൽ അത് അവതരിപ്പിച്ചു. ഇതിനാണ് നമ്മൾ പറയുന്നത് കൊട്ടാര പണ്ഡിതന്മാരെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാലത്തിനനുസരിച്ച് മാറ്റം വേണമെന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതിക്കാരെ കൃത്യമായിട്ട് സമസ്തയുടെ അകത്ത് നിന്ന് തന്നെ പണ്ഡിതന്മാർ, തലയെടുപ്പുള്ള പണ്ഡിതന്മാർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം, മനസ്സിലാക്കാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ സമസ്തയെയും നമ്മളുടെ ആദർശങ്ങളെയും കളിയാക്കുന്നവർ, അതിന് പരിഹസിക്കുന്നവർ, അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണമെന്ന് പറയുന്നവരെ ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സമസ്തക്ക് വേണ്ടി ഭയങ്കര വാചാലനായി വാതോരാതെ പ്രസംഗിച്ചവർക്ക് പലരും ഇന്ന് ആ രംഗത്ത് കാണുന്നില്ല. പലരും സമസ്തയുടെ സമ്മേളനത്തിലൊക്കെ ജനങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് അവസാന പ്രസംഗകന്മാരൊക്കെ ഇപ്പോൾ ആദ്യം പ്രസംഗിച്ചാലും കേൾക്കാൻ ആളില്ല. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട സമസ്തന്റെ ഉലമാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴി, അത് നമ്മൾ മുബ്തദീങ്ങളോട് വെറുക്കുക എന്നാണ്. കണ്ടാൽ വർത്താനം പറയുക എന്നതിലുപരി എല്ലാവരോടും നല്ലോണം കഴിയണം. ഇവർ ഇങ്ങനെ സത്യം, സ്വാതന്ത്ര്യം, സമത്വം എന്ന് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ പിന്നെ അങ്ങനെ നിൽക്കണമെങ്കിൽ റസൂലും സഹാബത്തും മക്കയിൽ വെച്ച് ചെയ്യേണ്ടിയിരുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അവർ മരിച്ചാലും അത് ചെയ്തില്ല. സഹാബക്കൾ അവരോട് സന്ധിയായില്ല. നമ്മളെന്തിനാണ് നമ്മളെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവർ കഴിഞ്ഞു പോയവരൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ? എന്തെങ്കിലും വിഷമമുണ്ടായോ? അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? നമ്മളുടെ ഈമാനിൽ ഉറച്ചു നിന്നാൽ അത് നമ്മൾ കാണേണ്ടതുപോലെ കാണണം. മറ്റുള്ളവരോട് വർത്താനം പറയേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ അവരുടെ ആരാധനാ ചടങ്ങുകളിലും അതേപോലെ തന്നെ മുബത്തദീങ്ങൾ, ഞാനീ പറഞ്ഞതിൽ നിന്ന് ശേഖുന വിവരിച്ചിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുബത്തദീങ്ങളും ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിലല്ലെന്ന്. മുജാഹിദീങ്ങളോട് അതേപോലെ മറ്റുള്ളവരോടൊക്കെ ചങ്ങാത്തം കെട്ടിയിട്ട് അവരുടെ ആശയങ്ങൾക്കൊപ്പം നിന്നിട്ട് അവരുടെ അപ്പോസ്തലന്മാരുടെ പുസ്തകങ്ങൾ പോലും ആദരിച്ച് ബഹുമാനിച്ച് ജനസമക്ഷം സമർപ്പിക്കുന്ന ഒരു പരിപാടി ഒരിക്കലും നമ്മൾക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മളത് പിന്നെ പറയാതിരുന്നാൽ, അതേപോലെ നമ്മളത് മനസ്സിലാക്കാതിരുന്നാൽ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് നാം ചിന്തിക്കണം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ സമസ്തക്കാർ ആരെയും പേടിക്കുന്നതില്ല. നമ്മളിപ്പോൾ ചിലരൊക്കെ ഇവിടെ സമസ്തയിൽ ഉറച്ചു നിൽക്കുന്നവരെ ദർസിൽ നിന്നും കോളേജിൽ നിന്നെല്ലാം പുറത്താക്കുന്നുണ്ട്. അത് നമ്മൾ ഷെയ്ഖുനാക്ക് വേണ്ടിയിട്ട് സഹിക്കുക. ഷെയ്ഖുനാനെ പുറത്താക്കിയില്ലേ? ഷെയ്ഖുനാക്ക് എന്തേ പറ്റിയോ? അതൊരു ഞാനത് ആക്ഷേപിക്കുന്നില്ല. ഇങ്ങനെയുള്ള മുതലാളിമാരുണ്ട്. ഇപ്പോഴും അവരുടെ പിന്തലമുറക്കാരായ ചില മുതലാളിമാർ ഇവിടെ നമ്മളെ പണ്ഡിതന്മാരെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണിത്. നിങ്ങളെ ഇവിടെ നിന്ന് ഞങ്ങളെ നാട് കടത്തിയാലും ഞങ്ങളുടെ ആശയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല എന്ന് പറയാൻ നാം ധൈര്യം കാണിക്കണം. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഇപ്പൊ പേടിയാണ്. അവരൊക്കെ പുറത്ത് പറയുന്നില്ല. എന്താ പുറത്ത് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ നമ്മളെ പുറത്താക്കും എന്നുള്ളത് ആരാണ് ഈ കമ്മിറ്റിക്കാർ? നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഉമറാക്കൾക്ക് ഭയപ്പെടണം. പക്ഷെ ആരാ ഉമറാക്കൾ? വെള്ളയും എടുത്തതുകൊണ്ട് ഉമറാവും. ഉമറാണെങ്കിൽ ഒരു ദീനീ ബോധവും അതേപോലെ തന്നെ അള്ളാഹുവിനുള്ള ഭയവും 5 നേരത്തെ നിസ്കാരവും അനാചാരങ്ങളും അനാവശ്യങ്ങളും ഹറാമുകളൊക്കെ ഒഴിവാക്കുന്നവരാവണ്ടേ ഉമറാവ്? അങ്ങനെയുള്ള ഉമറായിനല്ലേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഉമറാച്ചന്മാരൊന്നും ആരും ഇത് ചെയ്യൂല. ഇവരെ ചെയ്യുന്നത് നമ്മുടെ ദീനീയായ സംഗതിയേക്കാൾ ഭൗതികമായ, നമ്മുടെ ജമാഅത്തിന്റെ സംഗതികളെക്കാൾ പാർട്ടിന്റെ കാര്യം. നമ്മളെ പറ്റി ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കലുണ്ട്. നമ്മൾ തങ്ങൾ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നില്ല. പറയുന്നവര് അങ്ങനെ ബഹുമാനിക്കാറില്ല. നമ്മളൊക്കെ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാണ്, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവരാണ്. ഈ വിനീതന ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയും, നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും എൻ്റെ അഭിപ്രായം. ഈ വിനീതനായി എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്, 4 ഏറ്റവും മഹാത്മാക്കളായ സയ്യിദന്മാരുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചവനാണ് ഞാൻ. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ, നവ്വറല്ലാഹു മർക്കദഹു, പൂക്കോയത്തങ്ങളല്ലേ ഇവരുടെയൊക്കെ പിതാവ്. പൂക്കോയത്തങ്ങൾ, ഞാൻ പട്ടിക്കാട് കോളേജിൽ നിന്ന് 72 ബിരുദമെടുത്ത്
നമ്മളെ ഇവരിക്കാൻ പറയാണ് മറ്റുള്ളവരിതാക്കാൻ അവർ. അപ്പോൾ ഞാനൊരിക്കൽ ഒരിടത്തു നിന്ന് പ്രസംഗിച്ചു. ഞാൻ ഉലമാഇന്റെ മഹത്വം പറഞ്ഞു, ആലിമീങ്ങളുടെ മഹത്വം പറഞ്ഞു. ഞാൻ പറഞ്ഞു അഫ്ളലു മാ സിവല്ലാഹ് അൽ ഇൽം, അള്ളാഹിനെ കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തെളിവ് സഹിതം ഗസാലി ഇമാമിന്റെ റിബാറത്തൊക്കെ പറഞ്ഞു. ആലിമീങ്ങൾ മുത്തലഖൻ അഫ്ളലി ആലിമാണ്. ഞാൻ പറഞ്ഞതിന് ശേഷം മറ്റേ ആളാണ് പ്രസംഗിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ അയാൾ പ്രസംഗിച്ചത് അഹ്ലു ബൈത്തിന്റെ ഫളായിലാണ് എന്ന് വിചാരിച്ച് പറഞ്ഞാൽ കേൾവിക്കാർ തോന്നും നമ്മൾ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നില്ല എന്ന്. മുത്തലഖൻ അഫ്ളലായതിനെ പറഞ്ഞപ്പോൾ മുഖയ്യദായത് അഫ്ളൽ അല്ല എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. മുത്തലഖൻ അഫ്ളൽ ഇൽമാണ്, ആലിമീങ്ങളാണ്. അഫ്ളലു മാ സിവല്ലാഹ് അൽ ആലിം എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മിൻഹാജുൽ ആബിദീന്റെ ഗസാലി ഇമാമിന്റെ ചെറിയ ഗ്രന്ഥത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ സമയമില്ല. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നവരാണ് ആലിമീങ്ങൾ. ബഹുമാനം കൂടിപ്പോയി എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല ആലിമീങ്ങൾക്ക്. ഞാൻ പട്ടിക്കാട് നിന്ന് 72 പിരിഞ്ഞു. 73 ഞാൻ മട്ടന്നൂർ മുദരിസായി. മട്ടന്നൂരടുത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളാണ് ഉദ്ഘാടനം. ഞാനും കുട്ടികളൊക്കെ പോയി അവിടെ. അങ്ങനെ സ്റ്റേജിൽ മുദരിസായതുകൊണ്ട് എൻ്റെ സ്റ്റേജിൻ്റെ മുമ്പിൽ തന്നെ ഇരുത്തി. അങ്ങനെ തങ്ങളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളി ആയതുകൊണ്ട് നിസ്കാരത്തെ പറ്റി പറഞ്ഞു. പള്ളി എടുത്താൽ പോരാ, നിസ്കാരം എന്ന് പറഞ്ഞ് ഒരു വയത് പോലെ ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് കൈനീട്ടി തന്നു. പണക്കാട്ട പൂക്കോയ തങ്ങൾ, വലിയ ഭാഗ്യം. ഞാൻ ആ കൈപിടിച്ച് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ തോന്നി എന്നോട് എന്തോ ഒരു സ്നേഹം കണ്ടതുകൊണ്ട് കൈ നീട്ടിയതാണ്. ഞാൻ ആ കൈപിടിച്ച് ദൂരെ ചുംബിച്ചു. എനിക്ക് അവർ ഒരു ഹൈർ കൊണ്ട് ദ്വാരന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സ്റ്റേജിലൊക്കെ അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ശോഭിക്കാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ വഫാത്തായി. വഫാത്താവുമ്പോഴും ഞാൻ വളരെ വിദൂരമായൊരു സ്ഥലത്താണ്. ഞാനിതറിഞ്ഞപ്പോൾ ഞാനും കുറേ ആൾക്കാരും പണക്കാട്ടേക്ക് പോയി. പണക്കാട്ടെത്തിയപ്പോൾ നമ്മുടെ സുന്നി മഹലിൽ നിൽക്കുന്ന ആ സെൻട്രലിലാണ് ബസ് ഇറങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, ഭയങ്കര ജനക്കൂട്ടാണ്. അങ്ങനെ ആ ജനക്കൂട്ടത്തിനിടയ്ക്ക് ഒരുവിധം അവിടെ എത്തുമ്പോഴേക്കും പള്ളിയിലുള്ള നിസ്കാരം കഴിഞ്ഞു പോയിരിക്കുന്നു. ഭയങ്കര സങ്കടമായി. അപ്പോഴാണ് ഖബർ അടക്കം ചെയ്തിട്ട് അവിടെ ഖബർ പുറത്ത് ഒരു വലിയ ജമാഅത്ത്, അവരൊക്കെ പിടിച്ച് എന്നെ ഇമാമാക്കി. ഞാൻ അതിന് ഇമാമത്ത് നിന്ന് അത് ഞാൻ മനസ്സിലാക്കി പാണക്കാട് തങ്ങൾ ആ പൊരുത്താണ് എനിക്കിവിടെ ഇമാമത്ത് കിട്ടാൻ കഴിഞ്ഞത് എന്ന്. അപ്പോൾ അന്നു മുതലേ ബഹുമാനിക്കുന്നവരാണ്. അതിൻ്റെ ശേഷം നമ്മുടെ അറബി ദാറുസലാം അറബി കോളേജിൽ വലിയ സയ്യിദായിരുന്നു. 10-18 കൊല്ലം മൂപ്പരായിരുന്നു പ്രസിഡന്റ് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ. എന്നോട് വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ അവരുടെ സെക്രട്ടറിയായി. ഞാൻ വളരെയധികം അദ്ദേഹത്തിൻ്റെ ആദരവും ബഹുമാനവും എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞു. പിന്നീട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, 10-12 കൊല്ലം അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറിയായി ഞാൻ. അവരോട് വളരെ അടുത്ത് പെരുമാറി വലിയ ബഹുമാനിച്ചു. അതൊക്കെ അതോടുകൂടെ ആ പാണക്കാട് തങ്ങളുടെ മഹത്വമാർന്ന ആ പരമ്പര, ഏറ്റവും പരിശുദ്ധമായ പരമ്പര, ആ പരമ്പരയുള്ളപ്പോഴൊക്കെ ഞങ്ങൾ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, ഇപ്പോഴും ആദരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു രഹസ്യം, പറയാൻ പറ്റാത്ത രഹസ്യമാണെങ്കിലും ഇന്നത്തെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങണമെങ്കിൽ, കോളേജിൽ ഓഫീസിലിരുന്ന് ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങണമെങ്കിൽ ഞാൻ ആദ്യം ഇലാ ഹദ്റത്തി നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വൈലാ ഹദ്റത്തി ശൈഖിനാ ശംസുൽ ഉലമാ വൈലാ ഹദ്റത്തി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലാദി ലിംസി, അവിടെ കോഴിക്കോട്ടെ മഹാനായ ഷെയ്ഖ്, അവിടുത്തെ നമ്മളുടെ കോളേജിൻ്റെ കീഴിലുള്ള അപ്പവാണി നേർച്ച നടത്തുന്നത്. പിന്നെ വൈലാ ഹദ്റത്തി അസ്സയ്യിദ് അഹ്മദ് പൂക്കോയ തങ്ങൾ, വൈലാ ഹദ്റത്തി സയ്യിദ് ഉമർ ബാബഖി, വൈലാ ഹദ്റത്തി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, വൈലാ ഹദ്റത്തി സയ്യിദ് ഹൈദർ അലി ശിഹാബ്. ഇവർക്ക് ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കാത്ത ഒരു ദിവസവും ഞാനവിടെ ഇല്ലെങ്കിൽ വായിക്കുന്നെങ്കിലും ചൊല്ലും. അങ്ങനെയുള്ള ഒരു ദിവസം എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നത് കൊണ്ട് സയ്യിദന്മാരെ ബഹുമാനിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. ശരിയായ അഹ്ലുൽ ബൈത്ത് ആരാണോ അവരെ നമ്മൾ ആദരിക്കണം. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഞാനത് വിശദീകരിക്കുന്നില്ല. മഹാന്മാരായ പണ്ടുള്ള അഹ്ലുൽ ബൈത്തൊക്കെ നമുക്ക് മാതൃക കാണിച്ചത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഒപ്പം അണപ്പല്ല് കൊണ്ട് കടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ സമസ്ത എന്ന് പറയുന്നുവോ, എന്ത് ചെയ്യണം എന്ന് ചെയ്യണ്ട എന്ന് പറയുന്നുവോ അത് 100% പാലിച്ചവരാണ് അവർ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇന്നത്തെ ഈ അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരവസ്ഥ ബഹുമാനപ്പെട്ട സമസ്തയെയും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെയും എല്ലാറ്റിനേക്കാളും ഉപരി ബഹുമാനിക്കുന്ന തങ്ങന്മാരുടെയും പണ്ഡിതന്മാരുടെയും കഴിഞ്ഞ കാല ഒരു ജീവിത രീതി ഇനിയും അല്ലാഹു തആല നമ്മൾക്ക് തിരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സമസ്തയുടെയും ശംസുൽ ഉലമയുടെയും മക്കളാക്കി ജീവിച്ച് അതിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധരായി ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ഉമറാക്കൾക്ക് ഭയപ്പെടണം. പക്ഷെ ആരാ ഉമറാക്കൾ? വെള്ളയും എടുത്തതുകൊണ്ട് ഉമറാവുമോ? ഉമറാണെങ്കിൽ ഒരു ദീനീ ബോധവും അതേപോലെ തന്നെ അള്ളാഹുവിനുള്ള ഭയവും 5 നേരത്തെ നിസ്കാരവും
അനാചാരങ്ങളും അനാവശ്യങ്ങളും ഹറാമുകളൊക്കെ ഒഴിവാക്കുന്നവരാവണ്ടേ ഉമറാവ്? അങ്ങനെയുള്ള ഉമറായിനല്ലേ നമ്മൾ പിന്നെ വഴിപ്പെടേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഉമറാക്കന്മാരൊന്നും ആരും ഇത് ചെയ്യൂല. ഇവരെ ചെയ്യുന്നത് നമ്മുടെ ദീനിയായ സംഗതിയേക്കാൾ ഭൗതികമായ, നമ്മുടെ ജമാഅത്തിന്റെ സംഗതികളെക്കാൾ പാർട്ടിന്റെ കാര്യം.